ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് അബീന ഉണ്ണി. ഇതെൻ്റെ ഹസ്ബൻഡ് ഉണ്ണി ഫ്രാൻസിസ്. എൻ്റെ പേര് അബീന. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 17 വർഷമായി. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2020 ജനുവരിയിലാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജനുവരി മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വെച്ച ഒന്നാമത്തെ നിയോഗം ഞങ്ങൾക്ക് മക്കളില്ലാത്തതിനെ പറ്റിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ് സർവീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആർമിയുടെ എല്ലാവിധ ഹോസ്പിറ്റൽ, ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റൽ വരെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ IVFനാണ് അവർ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ IVF ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുത്തു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. അതിനുശേഷം മാതാവിൻ്റെ വലിയൊരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ 2021 ഞാൻ പ്രഗ്നൻ്റായി. ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. 2021 ജൂൺ മാസത്തിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. ഞാനിവിടെ വന്ന് ജനുവരി മാസത്തിൽ പ്രാർത്ഥിച്ചു. ഫെബ്രുവരിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുണ്ടായി, നിങ്ങൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന 3 ഡേറ്റുകളായിരുന്നു. ഒന്ന് നവംബർ 10, മെയ് 15, സെപ്റ്റംബർ 20. ഈ 3 ഡേറ്റുകൾക്കും ഞങ്ങളുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ്. ഒന്ന് എൻ്റെ ബർത്ത്ഡേ, ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ, ഒന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് സെപ്റ്റംബർ 20 ആ ജൂൺ മാസം 2021 ജൂൺ കഴിഞ്ഞു. ആ മാസം ഞാനിവിടെ വരുന്നു. അത് കഴിഞ്ഞ് 2021 സെപ്റ്റംബർ 8 ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ശരിക്കും പരിശുദ്ധ അമ്മ ഞങ്ങളുടെ വെഡ്ഡിങ്ങിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് കുഞ്ഞിനെ നൽകി. പ്രസവ സമയം, ആ പ്രഗ്നൻസിയുടെ സമയങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. യൂട്യൂബിലൂടെയൊക്കെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എങ്കിലും അത്ര വലിയൊരു വിശ്വാസത്തിന് കുറവുണ്ടായിരുന്നു. സുഖപ്രസവം കിട്ടുമെന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയതാണ്. അതൊരു ട്രീറ്റ്മെൻറ്റ് കൂടാതെ പ്രഗ്നൻ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ആയിരിക്കുമോ എന്നുള്ളൊരു ശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പവും ഉണ്ടായില്ല എനിക്ക്. ഞാൻ 9 മാസവും ആരോഗ്യത്തോടു കൂടെ ഇരിക്കാൻ പറ്റി. മാത്രമല്ല എൻ്റെ പ്രസവം സുഖപ്രസവമായിരുന്നു. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് നൽകി. ഇവൻ്റെ പേര് ജോഷയ്ക്ക് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. ഒരു കുഴപ്പമില്ല. ഡോക്ടർമാർക്ക് വരെ അതിശയമായിരുന്നു. അവർ 3-4 പ്രാവശ്യം കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യായിരുന്നു. കാരണം ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ കുഞ്ഞ് ആരോഗ്യത്തോടു കൂടെ പരിശുദ്ധ അമ്മയുടെ വലിയ ബാധ്യസ്ഥതാൽ ഞങ്ങൾക്ക് നൽകി. ഉടമ്പടി പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി. എനിക്ക് ഉടമ്പടി പ്രാർത്ഥനയിൽ അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ആളാണ്. ജപമാല ചൊല്ലുമായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ വന്ന് അച്ഛൻ്റെ സാക്ഷ്യങ്ങളും അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് മാതാവായിട്ടുള്ളൊരു ബന്ധത്തിന് കൂടുതൽ നമുക്ക് ശക്തി തരുന്നത് ഈ ഉടമ്പടി പ്രാർത്ഥനയാണ്. മാത്രമല്ല ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു, വാഗ്ദാന പ്രകാരം മക്കളാകുന്നുള്ള വലിയ ബോധ്യമൊക്കെ ലഭിച്ചത് ഇതിലൂടെയായിരുന്നു. 1000 നന്ദി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഇപ്പോൾ കുഞ്ഞിനോട് കൂടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശ്വാസത്തിൽ ഒരുപടി മുന്നേറുവാനായിട്ട് ഈ ഉടമ്പടി സഹായിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയാം. വാഗ്ദാനത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ ആ വാഗ്ദാനം പ്രാപിക്കാനായിട്ട് പ്രത്യേകമായി നമുക്ക് നൽകിയിരിക്കുന്ന ഈ മരിയനുടമ്പടി പ്രാർത്ഥന, അത് ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതിലൂടെ ദൈവത്തിൻ്റെ കൃപ സ്വായത്തമാക്കിക്കൊണ്ട് ആ കൃപയുടെ നിറവിൽ സമയച്ചുരുക്കത്തിൻ്റെ വലിയൊരു അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. 17 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ഒരു സാഹചര്യം, ആധുനിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം കൽപ്പിച്ചിരിക്കുന്ന എല്ലാ ചികിത്സാ മുറകളുടേക്കും ചായ്വുകളുണ്ടായിരുന്നെങ്കിൽ പോലും ആ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ഉടമ്പടി എടുത്ത് അതിലൂടെ കൂടുതൽ ആഴമായിട്ട് ഈശോയെ അമ്മയെ അറിയാനും അതിലൂടെ കൂടുതലായിട്ട് കൃപകൾ കണ്ടെത്താനും വേണ്ടി ഇവർ പരിശ്രമിച്ചപ്പോൾ ഇവർ എടുത്ത തീരുമാനം തങ്ങൾക്ക് ലോകം തരുന്ന ആധുനിക സൗകര്യങ്ങൾ നൽകുന്ന വൈദ്യശാസ്ത്രം നൽകുന്ന ട്രീറ്റ്മെൻറ്റിനേക്കാളുപരി പരിശുദ്ധ അമ്മ ഈശോയെ നൽകുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് മതിയെന്ന് ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഇവിടെ കടന്നു വന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ,
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന ഈശോയുടെ വാക്കുകൾ അത് പൂർണ്ണമാക്കുന്ന ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. അമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥിച്ച സഹായത്താൽ ഈശോ തൻ്റെ കൃപാവരം നിറച്ച് ഇവർക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് കൂടാതെ നൽകി. സമയച്ചുരുക്കത്തിലൂടെ പരിശുദ്ധ അമ്മ 17 വർഷമായിട്ട് കാത്തിരുന്നതാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ നടപ്പിലാക്കി കൊടുത്തത്. അതിനെ ഓർത്ത് ഈ കുടുംബത്തോടൊപ്പം പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ത്രിത്വക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോ